ഇന്ന് ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഡേ ആണ് കേട്ടോ. മോൾക്കും എനിക്കുമുണ്ട് ഡോക്ടറിനെ കാണാനായിട്ട്. മോളുടെ ഹിയറിംഗ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡെലിവറി ടൈം മൂക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരു ചെവിയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം 3 months ആകുന്നതിന് മുന്നേ അടുത്തതും ചെയ്യണമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സ്യൂട്ടബിളായിട്ടുള്ളൊരു ഡേ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ്. 12:30 എനിക്ക് അപ്പോയിൻമെൻറ്റ്. ഒരു 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 11:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. നമ്മളുടെ ഹിയറിംഗ് ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഫാദിക്കിന്ന് സ്കൂളുണ്ടായിരുന്നു. അവനും എന്തായാലും ഞങ്ങൾ തിരിച്ച് ആ ഒരു ടൈമിൽ എത്തില്ല, അവന് സ്കൂളിൽ നിന്ന് വേണ്ട ടൈമിൽ. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ ഫാദി പോയില്ല. ആകെ ത്രില്ലടിച്ച് നിൽക്കുക. ഇപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. മോളുടെ ഹിയറിംഗ് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഡോക്ടറിനെ കാണാനായിട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഞാൻ ഫാദിയും കൂടെയാണ് കേട്ടോ പോയത്. പക്ഷേ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. 12:30 ആയിരുന്നു അപ്പോയിൻമെൻറ്റ്. പക്ഷേ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്കും ഏതാണ്ട് 1:30 കഴിഞ്ഞു. അപ്പോൾ ഉമ്മച്ചിയും മോളും താഴെ ലോബിയിൽ എത്തിയിട്ടാണ് ഞങ്ങൾ മുകളിൽ പോയത്. കാരണം അവിടെ റെസ്പിറേറ്ററി മെഡിസിൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ മോളെയും കൊണ്ട് അവിടെ പോകുന്നത് ശരിയല്ല എന്ന് കരുതിയിട്ടാണ് ഫാദിയെ കൊണ്ടുപോയത്. ഫാദി അവിടെ ഇരുന്ന് ബോറടിച്ചു. അവൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ പോയി. ഇപ്പോൾ ഫുൾ ബോറടിയായി. എന്നിട്ടിപ്പോൾ താഴെ ലോബിയിൽ എത്തിയപ്പോഴത്തേക്കും അവിടെ എല്ലാം ഓടി കളിക്കാം. ഇനി മെഡിസിൻ മേടിക്കാനാണ് നെക്സ്റ്റ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. മെഡിസിനുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോവാമായിരുന്നു. ലഞ്ച് കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏതാണ്ട് ഒരു 2 മണി കഴിഞ്ഞു. ആകെ എല്ലാവരും ടയേർഡായി. അറ്റ് ലാസ്റ്റ് ഒരു 2:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കണം. ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് ഭയങ്കര തിരക്കായി റോഡിലൊക്കെ ഇപ്പോൾ തന്നെ. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയത് ഇവിടെ കിംസിൻ്റെ അടുത്ത് തന്നെയുള്ള ഇമ്പീരിയൽ കിച്ചണിലാണ്. അപ്പം ഓൾമോസ്റ്റ് കിംസിലിപ്പോൾ വിസിറ്റിന് വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ തന്നെയാണ് ലഞ്ച് കഴിക്കാൻ കയറുക. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ്സ് കിട്ടിയത്. പിന്നെ മോളെ അവിടെ ക്രാഡിലൊക്കെ കിടത്തി. അവളിങ്ങനെ എല്ലാം നോക്കി ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യക്കുട്ടൻ്റെ ആകെ വിശന്ന് കുഴഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് സ്നാക്സൊക്കെ കൊടുക്കാൻ നോക്കിയപ്പോൾ അവന് വേണ്ട. ഇവൻ എത്ര വിശന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല. ഇങ്ങനെ ഇരുന്നിട്ട് അവൻ ഉറങ്ങും. അവനെപ്പം വിശന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കരച്ചിലോ നിർബന്ധമോ അത് ചെറുപ്പം തൊട്ടുള്ളതാണ്. ഇങ്ങനെ ഇരുന്നിട്ട് മോനങ്ങ് ഉറങ്ങിക്കോളും. ലഞ്ചൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങളുടെ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ സമയത്ത് അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. ഫാദി അവിടെ അവസരം മുതലാക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ലുലുവിലാണ്. ഫസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിലാട്ടോ പോയത്. ഞാൻ അവിടെ ഒന്നും കയറിയില്ല. ഞാൻ നേരെ മോളെ കൊണ്ട് ഫീഡിംഗ് റൂമിലിരുന്നു. അറ്റ് ലാസ്റ്റ് ഒരു 1 hour ഇരുന്നപ്പോൾ ഇവർ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ നേരെ ഇപ്പോൾ ലുലുവെന്ന് വന്നാലും മാൻഡേറ്ററി ആണ് ഈ ഒരു ഐസ്ക്രീം. കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഫാദിയെ ഫണ്ടൂറിൽ കൊണ്ടുപോകാനാണ് കേട്ടോ. ഞാൻ ഫോണും പിടിച്ച് വന്ന് നോക്കിയപ്പോൾ ഫാദിയെ കാണാനില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഫാദിയെ കാണാം. പക്ഷേ ഞാൻ അവനെ തപ്പി നോക്കിയപ്പോഴത്തേക്കും ലാസ്റ്റ് എൻ്റെ പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. ഫണ്ടൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഫാദിയെ നോക്കണ്ട. അവൻ തന്നെ ഓരോ ടോയ്സും ഓരോ റൈസ് കാറും ഒക്കെ കണ്ടിട്ട് അവൻ ഓടും. കിട്ടില്ല. അവൻ ഫുൾ ഓട്ടോ ആയിരിക്കും. ഞാൻ എന്നിട്ട് ലാസ്റ്റ് പിന്നെ വാപ്പച്ചിയും കൂടെ വന്നു. ഞാൻ ഓടി ആകെ ടയേർഡായി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 hour എടുത്തു. എന്നിട്ടും ഫാദി
കളി നിർത്തുന്നില്ല. അവൻ ഓട്ടാണ്. അവൻ ഒറ്റയ്ക്ക് ഞാൻ ഹാൻഡിൽ ചെയ്ത സമയത്ത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. വാപ്പച്ചിയും കൂടെ എത്തിയിട്ടാട്ടോ ഞാൻ വീഡിയോ എടുത്തത്. കാരണം ഞാൻ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ടൈമിൽ അവൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ പിന്നെ പറയാൻ പറ്റില്ല. കയ്യിൽ നിന്ന് വിടാണ്ട് പിടിച്ചിരിക്കുകയായിരുന്നു. അറ്റ് ലാസ്റ്റ് ഭയങ്കര വിഷമത്തോടു കൂടി ഫാദിക്കുട്ടനെ ഫണ്ടിയുറയിൽ നിന്ന് ഞങ്ങൾ ഇറക്കി. എന്നിട്ട് ഒരു ബർഗറും കഴിച്ചു. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോകണം. ഇപ്പോൾ തന്നെ നേരം ഇരുട്ടിയിട്ടുണ്ട്, 7 മണിയായിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ടൈം പോകുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.